പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിയിൽ തർക്കം തീരുന്നില്ല. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് സിപിഐ. ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, മണ്ണൂർ, മേലാർക്കോട്, തൃത്താല മേഖലകളിലെ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുക. ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചിറ്റൂരിൽ 2 ബ്ലോക്ക് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. മണ്ണൂർ പഞ്ചായത്തിൽ 5 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തീരുമാനം. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും സിപിഐ മത്സരത്തിനുണ്ട്. മേലാർക്കോട് സിപിഎം സ്ഥാനാർത്ഥിക്കെതിരെ സിപിഐ ലോക്കൽ സെക്രട്ടറി എസ് ഷൌക്കത്ത് അലി മത്സരിക്കും. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും പലയിടത്തും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചതായും സിപിഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പ്രതികരിച്ചു. ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ്. കാര്യം സഹോദരങ്ങളൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷം. കൊക്കയാർ കട്ടപ്ലാക്കൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസലനയും അയൂബ് ഖാനും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. വ്യത്യസ്തമായ 2 ആശയങ്ങൾ പേറുന്ന 2 സഹോദരങ്ങൾ. ഒടുവിൽ ജനാധിപത്യത്തിന്റെ ഗോതയിൽ 2 പേർ നേർക്കുനേർ പോരാടുകയാണ്. അയൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. അൻസൽന 10ാം വാർഡിലെ സിപിഎമ്മിന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും. വാർഡിൽ നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അൻസൽനയെ സിപിഎം വീണ്ടും മത്സരിക്കാനിറക്കിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് നേടാനാണ് ഇരുവരുടെയും തീരുമാനം. വാർഡ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായ അൻസലിനെയും വാർഡ് തിരിച്ചുപിടിക്കാൻ അയൂബ് ഖാനും ഇറങ്ങുമ്പോൾ കൊക്കയാർ പഞ്ചായത്തിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ പോരാട്ടമായി 10ാം വാർഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ സഹോദരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടും. അബ്ദുൾ മജീദ് എന്ന ബാവയാണ് വാർഡ് 12ൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലാണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. കെ മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ്. അബ്ദുൾ മജീദ് ഇന്നലെ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് കെ മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു